ഹായ് ഹലോ പെർസെൻറ്റേജിൻ്റെ 8ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. ഇതിനു മുന്നേയുള്ള 7 പാർട്ട് വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ കണ്ടു നോക്കുക. നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് പെർസെൻറ്റേജ് പഠിക്കുന്നത്. പെർസെൻറ്റേജിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയോട് കൂടെ 2024 വരെ ചോദിച്ച പെർസെൻറ്റേജിൻ്റെ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. ഇനി 2025 പെർസെൻറ്റേജിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഈ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയോട് കൂടെ ഇതുവരെ ചോദിച്ച 2024 അവസാനം വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി ഒരു 2 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ ആകെ 5 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ആൻ എക്സാമിനേഷൻ കംപ്രൈസിങ് 2 പേപ്പേഴ്സ്, 1 ജോഗ്രഫി ആൻഡ് അതർ ഹിസ്റ്ററി, 72% ഓഫ് ദി കാൻഡിഡേറ്റ്സ് പാസ്ഡ് ഇൻ ജോഗ്രഫി. അല്ലേ, 72% കുട്ടികൾ ജോഗ്രഫിക്ക് പാസ്സായി. ഓക്കെ, 48% കുട്ടികൾ ഹിസ്റ്ററിക്ക് പാസ്സായി, 22% കുട്ടികൾ രണ്ടിനും പാസ്സായിട്ടില്ല. ഓക്കെ, ഇനി 3360 കുട്ടികളാണ് രണ്ടിനും പാസ്സായത് എങ്കിൽ ആകെ പരീക്ഷ എഴുതിയ കുട്ടികൾ എത്ര എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. 72% കുട്ടികൾ ജോഗ്രഫിക്ക് പാസ്സായിട്ടുണ്ട്, 48% കുട്ടികൾ ഹിസ്റ്ററിക്ക് പാസ്സായിട്ടുണ്ട്, 22% കുട്ടികൾ 2 എക്സാമിനും പാസ്സായിട്ടില്ല. ഇനി 2 എക്സാമിനും പാസ്സായവരുടെ എണ്ണം തന്നിട്ടുണ്ട് എങ്കിൽ ആകെ പരീക്ഷ എഴുതിയവരുടെ എണ്ണം എത്രയാണ്? അപ്പം ആദ്യം രണ്ടിനും പാസ്സായവരുടെ ശതമാനം കണ്ടുപിടിക്കണം. രണ്ടിനും പാസ്സായവരുടെ ശതമാനം കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ആകെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? വെണ്ടേഗർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോണം ചെയ്യുന്നത്. മക്കളെ, ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ വരുന്നവരാണ് നമ്മുടെ ജോഗ്രഫിക്ക് ജയിച്ച കുട്ടികൾ. രണ്ടാമതൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ വരുന്ന കുട്ടികളാണ് നമ്മുടെ ഹിസ്റ്ററിക്ക് ജയിച്ച കുട്ടികൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ജോഗ്രഫിക്ക് ജയിച്ചവർ, രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ ഹിസ്റ്ററിക്ക് ജയിച്ചവർ. ഓക്കെ, ഇനി രണ്ടിനും തോറ്റവരായിരിക്കും ഇതിന് പുറത്ത് വരുന്നത്. അത് 22% ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടിനും ജയിക്കാത്തവർ, തോറ്റവർ 22%. രണ്ടിനും ജയിച്ചവർ നടുക്കാ വരുന്നത്. അത് എത്ര പേരാണെന്ന് അറിയില്ല, ഞാനത് N എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ജോഗ്രഫിക്ക് ജയിച്ചവരാ, അത് 72%. ഓക്കെ, ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ഹിസ്റ്ററിക്ക് ജയിച്ചവരാ, അത് 48%. 22% പേര് രണ്ടിനും തോറ്റു, അവർ പുറത്ത് വരും, ഇതിലൊന്നും പെടില്ല. രണ്ടിനും ജയിച്ചവർ ഇവിടെ നടുക്കാ വരുന്നത്, അതറിയില്ല, അത് കണ്ടുപിടിക്കണം നമുക്ക്. ഞാനത് N എടുത്തു. ഓക്കെ, എങ്കിൽ ഇവിടെ വരുന്നവരെങ്ങനെയുള്ളവരാ മക്കളെ? ഇവർ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരാ. ഈ സർക്കിളിൽ വരുന്നവർ ജോഗ്രഫിക്ക് ജയിച്ചവരും ഈ പോർഷനിൽ വരുന്നവർ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരുമാണ്. ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് മുഴുവൻ എത്രയാ? ജോഗ്രഫിക്ക് ജയിച്ചത് 72. അപ്പോൾ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചത് കണ്ടുപിടിക്കാൻ 72 നിന്ന് N കുറച്ചാൽ പോരെ. N ആണ് രണ്ടിനും ജയിച്ചത്. ഇത് മുഴുവനാണ് മക്കളെ 72. അതിൽ ഇത്രയും ഭാഗം N അല്ലേ? അപ്പോൾ ഈ ഭാഗം കണ്ടുപിടിക്കാൻ 72 - N. അത് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ. ഇനി ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവരെ കണ്ടുപിടിക്കാൻ ഇത് മുഴുവൻ എത്രയാ? 48. അതിൽ ഇത്രയും ഭാഗം N അല്ലേ? അപ്പം 48 നിന്ന് N കുറയ്ക്കുന്നതാണ് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവർ അല്ലേ? അപ്പം എല്ലാ ആളുകളുടെ എണ്ണം കിട്ടി. ഇത് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ, ഇത് രണ്ടിനും ജയിച്ചവർ, ഇത് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചത്, ഇത് രണ്ടിനും തോറ്റവർ. അപ്പം ഇതെല്ലാം കൂടെ കൂടുമ്പം ആകെയുള്ള 100% കിട്ടണ്ടേ? അപ്പം ഞാൻ എല്ലാം കൂടെ കൂട്ടുവാണേ. 72 - N പ്ലസ് N പ്ലസ് 48 - N, N ആണ് കേട്ടോ, H അല്ല.
48 മൈനസ് എൻ എന്നാണ്. 48 മൈനസ് എൻ എന്നാണ്. എൻ 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 ഓക്കെ ശരി. പ്ലസ് 22 എന്ന് പറഞ്ഞാൽ ആകെയുള്ള 100% തുല്യമാവണം അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 100% അല്ലേ? 72ഉം 48ഉം 22ഉം കൂടെ കൂട്ടാം. 72ഉം 48ഉം 72ഉം 72ഉം 48ഉം 22ഉം കൂടെ കൂട്ടുമ്പം 142 എന്ന് വരും. ഓക്കെ, ഇതിലെ മൈനസ് എന്നും പ്ലസ് എന്നും ക്യാൻസൽ ആകും. ബാക്കി മൈനസ് എൻ ഈക്വൽ ടു 100 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്നിൻ്റെ വില 142 മൈനസ് 100 42% എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടിനും ജയിച്ചവർ 42%. ഇനി അത് 3360 ആണെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി 42% ആളുകൾ എന്ന് പറഞ്ഞാൽ 3360 ആളുകൾക്ക് തുല്യമാണ്. ആകെ പരീക്ഷ എഴുതിയത് കാണാൻ 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? 3360 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 42 ഉത്തരം. മക്കളെ ഇതും ഇതും വെട്ടിക്കളയുമ്പോൾ 8 കിട്ടും. 80 ആൻസർ 8000 8000 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അത്യാവശ്യം നല്ല ചോദ്യമായിരുന്നു അല്ലേ? ഒന്നുകൂടെ പറയട്ടെ. ഓക്കെ, 72% പേര് ജോഗ്രഫിക്ക് ജയിച്ചു. ഇതാണ് ജോഗ്രഫിക്ക് ജയിച്ചവർ 72. 48% ഹിസ്റ്ററിക്ക് ജയിച്ചു. ഇതാണ് ഹിസ്റ്ററിക്ക് ജയിച്ച 48%. 22% പേര് രണ്ടിനും തോറ്റു, അവർ പുറത്ത്. രണ്ടിനും ജയിച്ചവർ ഇവിടെ, അതറിയില്ല എൻ. ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരുടെ എണ്ണം കാണാൻ ആകെയുള്ള 72 ഇത്, അതിൽ നിന്ന് എൻ കുറയ്ക്കണം. 72 മൈനസ് എൻ. ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവരുടെ ശതമാനം കാണാൻ ആകെയുള്ള 48 നിന്ന് ഈ എൻ കുറയ്ക്കണം. 48 മൈനസ് എൻ. ഇതും 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 പുറത്തുള്ള ഇതും കൂടെ കൂട്ടുമ്പോൾ 100% ആവണം. സോ ഈക്വൽ ടു 100 ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് എൻ സോൾവ് ചെയ്തെടുത്തു. എന്നാണ് രണ്ടിനും ജയിച്ചവർ. അത് 3360 42%. അപ്പം 100% ആകെ കുട്ടികൾ. 100% എത്രയാണെന്ന് കണ്ട ഉത്തരവായി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ 35 ആണെങ്കിൽ സംഖ്യ എന്ന് കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. 20% 35 ആണെങ്കിൽ 100% എത്രയാണെന്ന് നോക്കിയാൽ ഉത്തരവായി അല്ലേ? ഇങ്ങോട്ട് എത്ര ഇരട്ടിയാ? 5 ഇരട്ടി. അതുകൊണ്ട് ഇങ്ങോട്ട് 5 ഇരട്ടി എടുത്താലും ഉത്തരം കിട്ടും. ആണോ? സോ 35 ഇൻറ്റു 5 ഉത്തരം 175 ആണ്. അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ചെയ്യാം കേട്ടോ. താഴേക്ക് 5 ഇരട്ടി ആണെങ്കിൽ 35ൻ്റെ 5 ഇരട്ടി താഴേക്ക് എടുത്താലും മതി. അങ്ങനെ ചെയ്യാം. അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 100 ഇൻറ്റു 35 ബൈ 20 ഇങ്ങനെ ചെയ്യാം. ഇതും വെട്ടിപ്പോയി 5 ഇൻറ്റു 35 ആൻസർ 175 എന്ന് കിട്ടും. ഈ രണ്ട് രീതി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരി സഞ്ചിയുടെ യഥാർത്ഥ ഭാരം 50 കിലോഗ്രാം. തിടുക്കത്തിൽ 50.5 കിലോഗ്രാം തൂക്കം വന്നു. പിശക് എത്ര ശതമാനം? എറർ അല്ലേ? എത്ര എറർ വന്നു? 0.5 കിലോഗ്രാമിൻ്റെ എറർ വന്നു. അതായത് 500 ഗ്രാമിൻ്റെ എറർ വന്നു അല്ലേ? ആകെ എത്ര ഉണ്ടായിരുന്നേ? 50 കിലോഗ്രാം. അതായത് 50,000 ഗ്രാം അല്ലേ? അപ്പോൾ പിശക് എത്ര ശതമാനമാണെന്നറിയാൻ 500 ഗ്രാം അല്ലേ പിശക് വന്നേ? അത് 50,000 ഗ്രാമിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ പിശക് എത്ര ശതമാനം കിട്ടും. ഈ 2 0 പോയി, ഈ 2 0 പോയി. 5/5 1% വന്ന പിശക്. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 500 ഗ്രാമിൻ്റെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ 50 കിലോഗ്രാം 50,000 ഗ്രാം. 1 കിലോഗ്രാം 1000 ഗ്രാം കേട്ടോ. അപ്പോൾ 50 കിലോഗ്രാം 50,000 ഗ്രാം. അപ്പം 500 ഗ്രാം പിശക് വന്നു. 50,000 ഗ്രാം യഥാർത്ഥത്തിൽ. എത്ര ശതമാനം പിശകാണെന്ന് പറഞ്ഞാൽ 500 50,000ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 500/50,000 ഇൻറ്റു 100 ആൻസർ 1%. ഓക്കെ, ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണ്. 24ൻ്റെ 25%. മക്കളെ ഒരു സംഖ്യയുടെ 25% കാണാൻ ആ സംഖ്യ ബൈ 4 ചെയ്താൽ മതി. പ്ലസ് 32ൻ്റെ 25%. വീണ്ടും 32/4. ഓക്കെ, മൈനസ് 350ൻ്റെ 14%. 350ൻ്റെ 1% 3.5. 14% കാണാൻ ഇൻറ്റു 14 ചെയ്താൽ മതി അല്ലേ? 350ൻ്റെ 1% 3.5. 14% കാണാൻ ഇൻറ്റു 14. 24/4 നമുക്ക് 6 കിട്ടും. പ്ലസ് 32/4 8 കിട്ടും. മൈനസ്
3.5 ഇൻറ്റു 14 നമുക്ക് 49 എന്ന് കിട്ടും അല്ലേ മക്കളെ? 14 മൈനസ് 49 ഈക്വൽ ടു -35 എന്നാണ് ആൻസർ കിട്ടുന്നത്. 14 മൈനസ് 49 ഈക്വൽ ടു -35 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മോഹൻ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു. ഓക്കെ, എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? അതായത് 15% മക്കളുടെ ആവശ്യത്തിന് പഠനത്തിന് ഉപയോഗിക്കുന്നു, 28% വീടിൻ്റെ ചെലവിന് ഉപയോഗിക്കുന്നു, 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ആകെ എത്ര ശതമാനം തീർന്നു എന്ന് നോക്കാം. ആകെ 53% തീർന്നു. ഇനി ബാക്കിയുള്ളത് 47% അപ്പോൾ 50,000 രൂപയുടെ 47% എത്രയെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. 50,000ൻ്റെ 47% കാണണം, ശരിയല്ലേ? 1% 500. അപ്പം 47% കാണാൻ 500 ഇൻറ്റു 47 ചെയ്താൽ പോരെ മക്കളെ? 500 ഇൻറ്റു 47 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 500 ഇൻറ്റു 47 235 2 അതായത് 23,500 രൂപയാണ് അയാളുടെ സമ്പാദ്യമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടെ പെർസെൻറ്റേജിൻ്റെ പാർട്ട് 8 തീർന്നു. പെർസെൻറ്റേജ് തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. കുറച്ച് കൂടുതൽ ചോദ്യങ്ങളാകുമ്പോൾ ഞാൻ ഈ ചാപ്റ്റർ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. റീസെൻ്റ് എക്സാംസ് ഒക്കെ നടന്ന് ഒരു 4-5 ചോദ്യങ്ങളായി കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, താങ്ക് യു.